നമസ്കാരം. TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര സംഘം ജില്ലയിലെത്തി. ചെറുമുക്ക് ആമ്പൽപ്പാടം വഴി ചെമ്മാട്ടയ്ക്ക് പാലം നിർമ്മിക്കാൻ ആലോചന. ഇതുമായി ബന്ധപ്പെട്ട് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. മാലിന്യം നിറഞ്ഞ റെയിൽവേ പാലം പരിസരം, അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന പ്രദേശവാസികൾ. തുഞ്ചത്ത് ജ്വല്ലറി തട്ടിപ്പിനിരയായ നിക്ഷേപകർക്ക് 5 വർഷം പിന്നിട്ടിട്ടും തുക തിരികെ നൽകിയില്ല. പ്രതിഷേധം ഉയരുന്നു. സംസ്ഥാനത്ത് 5ാം ദിവസവും 20,000-ന് മുകളിൽ കോവിഡ് രോഗികൾ. 20,728 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. TPR 12.14%. 56 മരണങ്ങൾ കൂടി. 17,792 പേർ രോഗമുക്തരായി. ജില്ലയിൽ 3,770 പേർക്ക് രോഗബാധ. TPR 15.98%. 2,871 പേർ രോഗമുക്തരായി. വിശദമായ വാർത്തകളിലേക്ക്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര സംഘം ജില്ലയിലെത്തി. ജില്ലയിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ സംഘം വിലയിരുത്തി. വൈറസ് വ്യാപനം തടയാൻ പരിശോധന ശക്തമാക്കാൻ നിർദ്ദേശം നൽകി. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര സംഘം ജില്ലയിലെത്തി. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം DM സെൽ മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ഡോക്ടർ P. രവീന്ദ്രന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ K. രഘുൻ, കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസിലെ നോഡൽ ഓഫീസർ ഡോക്ടർ അനുരാധ എന്നിവർ ഉൾപ്പെട്ട സംഘം ജില്ലയിലെ കോവിഡ് വ്യാപന നിരക്കും രോഗ നിർവ്യാപനത്തിനുമായി സ്വീകരിച്ച നടപടികളും സംബന്ധിച്ച ജില്ലാ കളക്ടർ K. ഗോപാലകൃഷ്ണനുമായി ചർച്ച നടത്തി. ശാസ്ത്രീയമായ നിയന്ത്രണങ്ങളിലൂടെ വൈറസ് വ്യാപനത്തിന് തടയിടാൻ ഡോക്ടർ P. രവീന്ദ്രൻ നിർദ്ദേശിച്ചു. വൈറസ് വ്യാപനം കൂടുതലുള്ള പ്രദേശങ്ങളിൽ പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തണം. രോഗികളുമായി സമ്പർക്കത്തിലേർപ്പെട്ടവരെ കണ്ടെത്തി RRT വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ പരിശോധനയ്ക്ക് വിധേയരാക്കണം. സ്വയം നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ വീടുകളിലേക്കും രോഗലക്ഷണങ്ങളുണ്ടോ എന്നും പരിശോധിച്ച് ഉറപ്പുവരുത്തണം. വീടുകളിൽ നിരീക്ഷണത്തിന് സൗകര്യമില്ലാത്തവരെ മറ്റു നിരീക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റുന്നതിൽ വീഴ്ച പാടില്ല. രോഗലക്ഷണങ്ങളുള്ളവരെയെല്ലാം പൊതുസമ്പർക്കമില്ലാതെ പ്രത്യേക നിരീക്ഷണത്തിലാക്കുന്നതിലൂടെ മാത്രമേ വൈറസ് വ്യാപനം നിരക്ക് കുറയ്ക്കാൻ കഴിയൂ. പൊതുസ്ഥലങ്ങളിൽ ആരോഗ്യ ജാഗ്രതയും സാമൂഹ്യ അകലവും പാലിക്കുന്നുണ്ടോ എന്നും പ്രത്യേകം നിരീക്ഷിക്കണമെന്നും സംഘം നിർദ്ദേശിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ K. സക്കീന, ദേശീയ ആരോഗ്യ മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ A. ഷിബുലാൽ, ഡെപ്യൂട്ടി DMOമാരായ ഡോക്ടർ K. മുഹമ്മദ് ഇസ്മായിൽ, ഡോക്ടർ P. അഫ്സൽ തുടങ്ങിയവർ സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നു. ചെറുമുക്ക് ആമ്പൽപ്പാടം വഴി ചെമ്മാട്ടയ്ക്ക് പാലം നിർമ്മിക്കാൻ ആലോചന. ഇതുമായി ബന്ധപ്പെട്ട് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. ആമ്പൽപ്പാടത്തിന് കുറുകെ CK നഗറിലേക്ക് പാലം നിർമ്മിക്കണമെന്നത് നാട്ടുകാരുടെ ഏറെ നാളത്തെ ആവശ്യമാണ്. തിരൂരങ്ങാടിക്കടുത്ത് ചെറുമുക്ക് ആമ്പൽപ്പാടം വഴി ചെമ്മാട് CK നഗറിലേക്ക് വയലിനു കുറുകെ മേൽപ്പാലം നിർമ്മിക്കണമെന്നത് ചെറുമുക്ക് നാട്ടുകാരുടെ നിരന്തരമായുള്ള ആവശ്യമാണ്. ഇക്കാര്യം നാട്ടുകാർ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും മന്ത്രി സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് നൽകാൻ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ഇതനുസരിച്ചാണ് പൊതുമരാമത്ത് പാലം വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ P. മൊയ്തീൻകുട്ടി സ്ഥലം സന്ദർശിച്ചത്. റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിന് നൽകുമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ചെറുമുക്ക് പ്രദേശത്ത് നിന്ന് പോലീസ് സ്റ്റേഷനായാലും മറ്റ് സിവിൽ സ്റ്റേഷന്, മറ്റ് എന്ത് ഹോസ്പിറ്റല്, മറ്റ് എന്ത് സൗകര്യത്തിനും ചെറുമുക്ക് പ്രദേശത്തുള്ള ആളുകൾ എത്തിപ്പെടുന്നത് ചെമ്മാട്ടേക്കാണ്. ചെമ്മാട്ടേക്ക് ഇപ്പോഴുള്ള റോഡ് സംവിധാനം വെച്ചിട്ട് ഏകദേശം 5 കിലോമീറ്ററോളം ഓടിയിട്ടാണ് ചെമ്മാട്ടേക്ക് എത്തിക്കുന്നത്. ഈ പാലം നിലവിൽ വന്നാൽ 1.5 കിലോമീറ്റർ ദൂരപരിധിയെ ഈ ചെമ്മാട് എന്ന സ്ഥലത്തേക്ക് ഈ പ്രദേശത്തെ ആളുകൾക്ക് പോകാനുള്ളൂ. അത് കാലങ്ങളായിട്ട് ഏകദേശം വർഷങ്ങളോളം പഴക്കമുള്ള ഒരു നാട്ടുകാരുടെ ആവശ്യമാണിത്. ഈ ആവശ്യം മുമ്പും ഇവിടെ പല കൂട്ടായ്മകളും രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ ഇതിനു വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിലും നടക്കാതെ പോയതാണ്. ഇപ്പം നിലവിൽ നാട്ടുകാരും കൂട്ടായ്മയുടെ കീഴിൽ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരു നിവേദനം നൽകുകയും അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം അയച്ചതിൻ്റെ ഫലമായി ഇവിടെ ഉദ്യോഗസ്ഥന്മാർ വന്ന് സന്ദർശിക്കുകയും വേണ്ട നടപടി സ്വീകരിക്കാം എന്നുള്ള ഒരു ഉറപ്പ് നൽകിയിട്ടുമുണ്ട്. അപ്പോൾ ഞങ്ങൾ നാട്ടുകാരായ ആളുകളൊക്കെ കൂടിയിട്ട് ഇതിനുള്ള ശ്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇത് നിലവിൽ വന്നാൽ ചെറുമുക്ക് പ്രദേശത്തേക്ക് മാത്രമല്ല, കുണ്ടൂർ, കടുവള്ളൂർ ഈ പ്രദേശത്തുകാർക്കൊക്കെ, തയ്യാല ഭാഗത്തുള്ളവർക്കൊക്കെ ചെമ്മാട് ഭാഗത്തേക്ക് ഹോസ്പിറ്റലും മറ്റ് സൗകര്യമൊക്കെ ഉള്ള ചെമ്മാട് ഭാഗത്തേക്ക് എത്തിപ്പെടാൻ വളരെ സൗകര്യപ്രദമാണ്.
ചെറുമുക്ക് കുണ്ടൂർ തെയ്യാല പ്രദേശത്തുള്ളവർക്ക് ചെമ്മാട്ടേക്ക് എത്തിപ്പെടാൻ ഗതാഗതം എളുപ്പമാക്കുന്ന പാലത്തിനാണ് അനുമതി തേടിയിട്ടുള്ളത്. നിലവിൽ ചെറുമുക്കിലുള്ളവർ ചെമ്മാടെത്താൻ 6.5 കിലോമീറ്ററോളം ദൂരം ചുറ്റി സഞ്ചരിക്കണം. മേൽപ്പാലം വരുന്നതോടെ അത് 1.5 കിലോമീറ്ററായി കുറയും. തിരൂരങ്ങാടി ഭാഗത്തെ ഗതാഗത കുരുക്ക് അഴിക്കാനും ഈ പാലം ഏറെ സഹായകമാകും. മേൽപ്പാലം ചെമ്മാട് CKR നഗർ വഴിയുള്ള വയലോര റോഡുമായി മേൽപ്പാലം ലിങ്ക് ചെയ്യാനും എളുപ്പമാണ്. ചെറുമുക്ക് നിവാസികൾക്ക് പാലം വരുന്നതോടെ കാൽനടയായി തന്നെ ചെമ്മാട്ടേക്ക് എത്തിപ്പെടാനും സാധിക്കും. താലൂക്ക് ആശുപത്രി, മിനി സിവിൽ സ്റ്റേഷൻ എന്നിവിടങ്ങളിലെ 8ഓളം വരുന്ന സർക്കാരിന്റെ വിവിധ സ്ഥാപനങ്ങൾ, ബ്ലോക്ക് ഓഫീസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിലേക്ക് വരുന്നവർക്കും ദൂരം കുറയും. ചെറുമുക്ക് നാട്ടുകാര്യം കൂട്ടായ്മ സെക്രട്ടറി മുസ്തഫ ചെറുമുക്കാണ് മന്ത്രിയുടെ ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുകയും നിവേദനം നൽകുകയും ചെയ്തത്. തപാൽ വോട്ടുകൾ അസാധുവാക്കിയതിനെതിരായ പെരിന്തൽമണ്ണയിലെ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി KPM മുസ്തഫയുടെ ഹർജി ഫയലിൽ സ്വീകരിച്ചു. ഹൈക്കോടതിയിലാണ് ഹർജി ഫയലിൽ സ്വീകരിച്ചത്. എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കാനും ഉത്തരവായി. പോളിംഗ് ഓഫീസർമാരുടെ ഡിക്ലറേഷൻ ഒപ്പില്ലാത്തതിനാൽ 347 ബാലറ്റുകൾ അസാധുവാക്കുകയായിരുന്നു. സീരിയൽ നമ്പർ രേഖപ്പെടുത്തിയിട്ടില്ലെന്നതായിരുന്നു പ്രധാന തർക്കം. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ CPM സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച KPM മുസ്തഫ തന്റെ തോൽവിക്കു കാരണമായ തപാൽ വോട്ട് അസാധുവാക്കിയ നടപടിക്കെതിരെയാണ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. ഹർജി കഴിഞ്ഞ ദിവസം കോടതി ഫയലിൽ സ്വീകരിച്ചു. എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കാനും ഉത്തരവായി. LDF സ്ഥാനാർത്ഥിക്ക് ലഭിക്കേണ്ട സ്പെഷ്യൽ തപാൽ വോട്ടുകൾ അസാധുവായി പ്രഖ്യാപിച്ച അധികൃതരുടെ നടപടിക്കെതിരെയാണ് മുസ്തഫ ഹൈക്കോടതിയെ സമീപിച്ചത്. പോളിംഗ് ഓഫീസറുടെ ഡിക്ലറേഷൻ ഒപ്പില്ലാത്തതിനാൽ 347 ബാലറ്റുകൾ അസാധുവാക്കുകയായിരുന്നു. സീരിയൽ നമ്പർ രേഖപ്പെടുത്തിയിട്ടില്ലെന്നതായിരുന്നു പ്രധാന തർക്കം. കേവലം 35 വോട്ടുകൾക്കാണ് നജീബ് കാന്തപുരം KPM മുസ്തഫയെ പരാജയപ്പെടുത്തി MLA ആയത്. വോട്ടെണ്ണൽ വേളയിൽ 347 വോട്ടുകൾ എണ്ണാതെ കൗണ്ടിംഗ് ഉദ്യോഗസ്ഥർ അസാധുവായി പ്രഖ്യാപിക്കുകയായിരുന്നു. ക്രമനമ്പർ രേഖപ്പെടുത്തിയിട്ടില്ലെന്നായിരുന്നു ഉദ്യോഗസ്ഥർ കണ്ടെത്തിയ കാരണം. എന്നാൽ ഇത് ഉദ്യോഗസ്ഥരുടെ പിഴവാണെന്നും വോട്ടർമാരുടെ അപാകതയല്ലെന്നും മുസ്തഫ വാദിച്ചു. പൗരന്മാരുടെ വോട്ടവകാശത്തെയാണ് ഇതുവഴി നിഷേധിക്കുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് താന്നാളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ സംഗമം നടത്തി. പ്രവാസി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് VN കുഞ്ഞാവ ഹാജി സംഗമം ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് താന്നാളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത്. താനാളൂർ സംഘടിപ്പിച്ച സംഗമം പ്രവാസി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് VN കുഞ്ഞാവ ഹാജി ഉദ്ഘാടനം ചെയ്തു. ഒരു ശിവൻകുട്ടി എന്ന് പറയുന്ന ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹമാണ് അന്ന് സ്പീക്കറുടെ ചേംബറിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് തുടി വരെ താളമടക്കി കുത്തി നിന്നുകൊണ്ട് വളരെ അന്യായമായി പെരുമാറിയ മെമ്പർമാരായ ആളുകളാണ് ഇന്ന് മന്ത്രിസ്ഥാനം വഹിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഞങ്ങൾ കോൺഗ്രസ് പാർട്ടി പറയുന്നു, ഇത്തരത്തിലുള്ള ഗുണ്ടായിസം കാണിക്കുന്നവർക്ക് ഒരു മന്ത്രിസ്ഥാനം നിങ്ങൾ എങ്ങനെ കൊടുക്കുന്നു? ഇവരെ കണ്ടുകൊണ്ടാണോ നമ്മുടെ മക്കൾ പഠിക്കേണ്ടത്? ഇവിടെ വിദ്യാഭ്യാസത്തിൻ്റെ വകുപ്പാണ് ഇദ്ദേഹം വഹിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, കൂടുതൽ നീട്ടി പറയുന്നില്ല, ഈ മന്ത്രിസഭയിലുള്ള ശിവൻകുട്ടി രാജിവെക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. അഥവാ രാജിവെക്കാൻ അദ്ദേഹം മടിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ ചവിട്ടി പുറത്താക്കണമെന്നാണ് മുഖ്യമന്ത്രിയോട് ഞങ്ങൾ പറയുന്നത്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PS ഹമീദാജി അധ്യക്ഷനായിരുന്നു. OP ഇബ്രാഹിം, V. അബ്ദുറഹ്മാൻ, കള്ളിക്കൽ റസാഖ്, കുഞ്ഞാലു, ഫാറൂഖ് തൊട്ടിയിൽ, CK മനോജ്, PS കുഞ്ഞാപ്പ തുടങ്ങിയവർ നേതൃത്വം നൽകി. യുവ കൂട്ടായ്മ കക്കടിപ്പാറയുടെ നേതൃത്വത്തിൽ മഴക്കാല ശുചീകരണ പ്രവൃത്തി നടത്തി. കക്കടിപ്പാറ മുതൽ മണലിപ്പുഴ നിരപ്പിൽ വരെയുള്ള ഭാഗങ്ങളാണ് ശുചീകരിച്ചത്. യുവ കൂട്ടായ്മ സെക്രട്ടറി മുബാറക് തടത്തിൽ ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ പ്രസിഡന്റ് ഉസ്മാൻ മച്ചിങ്ങൽ, ഭാരവാഹികളായ മുത്തു, ബഷീർ, നുസൈബ്, അലി, ബാബു, പ്രശാന്ത്, NK റൌഫ്, T. അഭിഷേക്, ജിഷ്ണു, പ്രണവ്, സാദിഖ് അലി, അമൽ, റഫീഖ് എന്നിവർ നേതൃത്വം നൽകി. മാലിന്യം നിറഞ്ഞ റെയിൽവേസ് പാലം പരിസരം അധികൃതർ നടപടിയെടുക്കാത്തതോടെ പ്രദേശവാസികൾ ഇറങ്ങി ശുചീകരിച്ചു. മാലിന്യം തള്ളുന്നത് സംബന്ധിച്ച് നിരവധി തവണ പരാതി നൽകിയെങ്കിലും പരിഹാരം കാണാത്ത സാഹചര്യത്തിലാണ് യുവജന കൂട്ടായ്മ ശുചീകരണം നടത്തിയത്. തിരൂർ നഗരസഭ 3-ാം വാർഡിലെ റെയിൽപാലത്തിന് താഴെയുള്ള വഴിയിലാണ് മാലിന്യം നിറഞ്ഞ് വൃത്തിഹീനമായി കിടക്കുന്നത്. നിരവധി പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിരുന്നുവെങ്കിലും നടപടി കൈക്കൊള്ളാൻ അധികൃതർ തയ്യാറാവാത്ത സാഹചര്യത്തിലാണ് പ്രദേശത്ത് യുവജന കൂട്ടായ്മ ശുചീകരണത്തിനായി രംഗത്തിറങ്ങിയത്. മഴക്കാലമാകുമ്പോൾ വെള്ളം കെട്ടിനിൽക്കുന്ന സാഹചര്യവും നിലവിലുണ്ട്. നിരവധി ആളുകളാണ് ഇതുവഴി യാത്ര ചെയ്യുന്നത്. അധികൃതർ അടിയന്തരമായി ഇടപെട്ട് ശുചീകരണം നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇത് 3-ാം വാർഡിലെ ദ്വീപ് എന്ന പ്രദേശത്തേക്ക് പോകുന്ന ഒരു വഴിയാണിത്. ഈ പ്രദേശത്തേക്ക് കടന്നു പോകാനുള്ള ആകെ വഴി എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. 3 ഭാഗം പുഴയും ഒരു ഭാഗത്ത് റെയിലും കൊണ്ട് തടസ്സപ്പെട്ടിരിക്കുന്ന ഇതിലേക്കുള്ള വഴി വളരെ ദുഷ്കരമായതാണ്. വെള്ളം കൂടിയ സമയത്ത് ഇതിലൂടെ പോകാൻ ആർക്കും കഴിയില്ല. ആ സമയത്ത് ഈ പ്രദേശത്തുള്ള ആളുകളെല്ലാം കൂടി ഈ പ്രദേശത്ത് ഇവിടെ ഒരു ഓവുചാലാണിത്. ഈ പ്രദേശത്താണ്
ആളുകൾ വളരെ വേസ്റ്റും കാര്യങ്ങളും മീനൊക്കെ പിന്നെ വണ്ടി കഴുകുന്ന ആളുകളും വെച്ചിട്ടുള്ളത്. അത് ഈ പ്രദേശത്ത് ചെറുപ്പക്കാരെല്ലാം കൂടി ഇരുന്നിട്ട് ഈ വഴി ക്ലിയർ ആക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മളിവിടെ ഈ ശുചീകരണം നടന്നു. അപ്പോഴാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇതുപോലുള്ള പ്രശ്നങ്ങൾ പിന്നെ ഞങ്ങളെ പിന്നെ കൗൺസിലറുടെ അടുത്തും മുനിസിപ്പാലിറ്റി അടുത്തും ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഇനി മേലാൽ ഈ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടും ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് വേറൊരു വഴി ഇല്ലാത്തതിൻ്റെ പേരിൽ ഇത് ഒരു വാഹന ഗതാഗത സൗകര്യം കുറച്ചുകൂടി ക്ലിയറായി കിട്ടുന്ന രീതിയിലുള്ള സൗകര്യം കിട്ടണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. പ്രദേശത്തെ സ്ട്രൈക്കേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ നാസർ, ഹമീദ്, നസീദ്, സാദത്ത്, തലഹത്ത്, അക്ബർ, ഇക്ബാൽ, താജുദ്ദീൻ, ഫൈസൽ തുടങ്ങിയവർ ചേർന്നാണ് ശുചീകരണ പ്രവർത്തനം നടത്തിയത്. ജുമാ നമസ്കാരം നടത്തിയതിന് മഹല്ല് കമ്മിറ്റികൾക്കെതിരെ കേസെടുത്ത പോലീസ് രാജിനെതിരെ യൂത്ത് ലീഗ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തും. മുസ്ലിം യൂത്ത് ലീഗ് തിരുരങ്ങാടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഗസ്റ്റ് 4-നാണ് മാർച്ച് സംഘടിപ്പിക്കുക. തിരൂരങ്ങാടിയിലെ പോലീസ് രാജിനെതിരെ തിരൂരങ്ങാടി നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പോലീസ് സ്റ്റേഷനിലേക്ക് ഓഗസ്റ്റ് 4 മാർച്ച് സംഘടിപ്പിക്കുന്നത്. പോലീസ് രാജ് അവസാനിപ്പിക്കുക, ആരാധനാലയ സ്വാതന്ത്ര്യം അനുവദിക്കുക, ജുമാ നമസ്കാരത്തിന് മഹല്ല് കമ്മിറ്റികൾക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കുക, സാധാരണക്കാരെയും കച്ചവടക്കാരെയും പീഡിപ്പിക്കുന്ന നടപടി അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് സംഘടിപ്പിക്കുന്നത്. തെന്നല പഞ്ചായത്ത് ഡി കാറ്റഗറിയിലായതിനാൽ ജുമ നടത്താൻ അനുമതിയില്ല എന്നും ഇത് കോവിഡ് ലംഘനമായി കാണിച്ചാണ് തിരൂരങ്ങാടി പോലീസ് 4 മഹല്ല് കമ്മിറ്റിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. പക്ഷേ സർക്കാരിന് വേണ്ടി ഈ മാസം 17-ന് ചീഫ് സെക്രട്ടറി ഡോക്ടർ VP ജോയ് കോവിഡ് ഇളവ് നൽകി പ്രഖ്യാപിച്ച ഉത്തരവിൽ 4-മതായി പറയുന്ന പ്രത്യേക ദിവസങ്ങളിൽ 40 ആളുകളെ വെച്ച് പള്ളിയിൽ നിസ്കരിക്കാമെന്ന് പറയുന്നുണ്ട്. ഇതിൽ ഡി കാറ്റഗറിയിൽ പാടില്ല എന്ന പരാമർശവുമില്ല. ഈ ഉത്തരവ് നിലനിൽക്കെയാണ് എല്ലാ പള്ളികളിലും ജുമ നിസ്കരിച്ചത്. നിയമം കൃത്യമായി മനസ്സിലാക്കാതെ പോലീസ് എടുത്ത കേസ് പിൻവലിക്കണം. പോലീസിന്റെ വിവരക്കേട് കൊണ്ട് സംഭവിച്ച തെറ്റ് കാരണം 2 മഹല്ല് കമ്മിറ്റികളിൽ നിന്ന് ഈടാക്കിയ 10,000 രൂപ പിഴ തിരിച്ചു നൽകണമെന്നും യൂത്ത് ലീഗ് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. തിരൂരങ്ങാടിയിലെ പോലീസ് രാജിനെതിരെ മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവർക്ക് നേരത്തെ പരാതി നൽകിയിരുന്നു. തിരൂരങ്ങാടി MLA KPA മജീദ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്കും പരാതി നൽകി. എന്നാൽ പോലീസ് സ്വഭാവം തിരുത്താനോ മഹല്ലുകൾക്കെതിരെ സ്വീകരിച്ച നടപടി പിൻവലിക്കാനോ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമുഅ നമസ്കരിച്ചതിൻ്റെ പേരിൽ തിരൂരങ്ങാടി നിയോജക മണ്ഡലത്തിലെ തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലുള്ള 4 പള്ളികൾക്കെതിരെ തിരൂരങ്ങാടി പോലീസ് അന്യായമായി കേസെടുത്തിരിക്കുകയാണ്. 17-ാം തീയതി സർക്കാർ ഇറക്കിയ ഉത്തരവിലും 20-ാം തീയതി സർക്കാർ ഇറക്കിയ ഉത്തരവിലും 40 പേരെ വെച്ച് വിശേഷ ദിവസങ്ങളിൽ പ്രാർത്ഥന നടത്താമെന്ന് സർക്കാർ ഉത്തരവിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ആയതിൻ്റെ അടിസ്ഥാനത്തിൽ അത് പെരുന്നാൾക്ക് മാത്രമല്ല അത് വെള്ളിയാഴ്ച ദിവസങ്ങളിലും ബാധകമാണെന്നും സർക്കാർ, മുഖ്യമന്ത്രി, സമസ്തയുടെ നേതാക്കന്മാർക്ക് അടക്കം ഉറപ്പ് നൽകിയിട്ടുള്ളതുമാണ്. ആയതിൻ്റെ അടിസ്ഥാനം ജുമ നടത്തിയിട്ടുള്ള 4 പള്ളികൾക്കെതിരെ FIR ഇടുകയും അന്യായമായി കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരിക്കുകയാണ് തിരൂരങ്ങാടി പോലീസ്. ആയതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യൂത്ത് ലീഗിൻ്റെ നേതാക്കൾ പോലീസുമായി സംസാരിച്ചപ്പോൾ ഈ കേസ് അന്യായമാണ്, അത് പിൻവലിക്കണമെന്നും അല്ലാത്ത പക്ഷം ശക്തമായ സമര പരിപാടിയിലേക്ക് പോകുമെന്നും ഞങ്ങളിതിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ 4 പള്ളികൾക്കെതിരെ എടുത്ത കേസിൽ 2 പള്ളികൾ 10,000 രൂപ വെച്ചു ഫൈൻ അടക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. മറ്റ് 2 പള്ളികൾ ഇതിനെതിരെ പ്രതികരിക്കുകയും നാളെ ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസ് ഫയൽ ചെയ്യാൻ തീരുമാനിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ തിരൂരങ്ങാടി പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഇത് മാത്രമല്ല ഒട്ടനവധി പ്രയാസങ്ങൾ സാധാരണക്കാര ജനങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കച്ചവട സ്ഥാപനങ്ങൾക്കെതിരെ അനധികൃതമായ കടന്നുകയറ്റവും ഫൈനിടലും, സാധാരണക്കാർ കൂലി വേല ചെയ്യുന്ന ആളുകൾ പുറത്തിറങ്ങി നടക്കുന്ന സമയത്ത് അവരെ പിടിച്ച് ഫൈൻ അടപ്പിക്കൽ, വലത് കൈകൊണ്ട് ഫൈൻ വാങ്ങി ഇടത് കൈകൊണ്ട് കിട്ടി കൊടുക്കുന്ന രീതിയിലേക്ക് കേരള സർക്കാർ മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റിക്രൂട്ടിംഗ് ഏജൻ്റ് ആയിക്കൊണ്ട് ഇതിൻ്റെ ഒരു ഇടനിലക്കാരനായിട്ടുള്ള പ്രവർത്തനമാണ് ഇന്ന് പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തികച്ചും അന്യായമാണ്. പല തവണ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിനെ ന്യായമായ രീതിയിൽ ഞങ്ങൾ സമീപിച്ചപ്പോഴേക്ക് ഒരു നല്ലൊരു പ്രതികരണം ഉണ്ടാക്കാത്തത് കൊണ്ട് അടുത്ത 4-ാം തീയതി രാവിലെ 10 മണിക്ക് തിരൂരങ്ങാടി നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗ് ബഹുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് സാധാരണക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു മാർച്ച് സംഘടിപ്പിക്കാൻ തീരുമാനിക്കുകയാണ്. മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി ഷെരീഫ് വടക്കയിൽ, മണ്ഡലം പ്രസിഡന്റ് P. അലി അക്ബർ, ജനറൽ സെക്രട്ടറി UA റസാഖ്, ട്രഷറർ അനീസ് കൂരിയാടൻ എന്നിവർ പങ്കെടുത്തു. പുല്ലൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന അത്താണി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ ഉപകരണങ്ങൾ കൈമാറി. പൊതുജനാരോഗ്യ കേന്ദ്രത്തിലേക്കും പാലിറ്റീവ് കെയർ സെന്ററിലേക്കുമാണ് ഉപകരണങ്ങൾ നൽകിയത്.
കണ്ണീരൊപ്പാൻ കൈകോർക്കാൻ എന്ന പ്രമേയത്തിൽ പുല്ലൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന അത്താണി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് പൊതുജനാരോഗ്യ കേന്ദ്രത്തിലേക്കും പാലിറ്റീവ് കെയർ സെന്ററിലേക്കും മെഡിക്കൽ ഉപകരണങ്ങൾ കൈമാറിയത്. PHCയിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രസന്നകുമാർ, അത്താണി ചികിത്സാ സമിതി ഭാരവാഹി ഉസ്മാൻ കാക്കുയിൽ നിന്നും വീൽചെയർ ഏറ്റുവാങ്ങി. അത്താണി ട്രഷറർ റഷീദ് മാസ്റ്ററുടെ വസതിയിൽ നടന്ന ചടങ്ങിൽ കെയർ പാലിറ്റീവ് സെക്രട്ടറി അബുൾ ഫസലും ഉപകരണം ഏറ്റുവാങ്ങി. നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും പ്രയാസപ്പെടുന്ന ആളുകളുടെ ഏറ്റവും വലിയ ആശയും അതേപോലെ അത്താണിയുമാണ് കെയർ പാലിയേറ്റീവ് സെൻറ്റർ തലക്കാട്. നമുക്കറിയാം, ക്യാൻസർ, അതുപോലെ തന്നെ മറ്റു മാറാരോഗങ്ങൾ, വാർദ്ധക്യം, അപകടങ്ങൾ മൂലം 4 ചുമരുകളിൽ തളക്കപ്പെട്ടവർക്ക് അവർ ആഗ്രഹിക്കുന്ന പരിചരണം അവരുടെ വീട്ടുമുറ്റത്ത് കൊടുക്കുന്ന സംവിധാനമായി മാറിയിരിക്കുകയാണ്. ആഴ്ചയിൽ ഏകദേശം 16 ഹോം കെയർ യൂണിറ്റുകളാണ് ഇത് കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഡോക്ടർ ഹോം കെയർ ഉണ്ട്, ഫിസിയോതെറാപ്പി ഹോം കെയർ ഉണ്ട്, നഴ്സസ് ഹോം കെയർ ഉണ്ട്, വളണ്ടിയർ ഹോം കെയർ ഉണ്ട്. നമുക്കൊക്കെ അറിയാം, നമ്മൾ കിടന്നു പോയാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് തന്നെ നമ്മെ കാണാൻ വരുന്ന, നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ വരുന്ന ഒരു സംവിധാനമാണ്. അത് ഏറ്റവും വലിയ ശാസ്ത്രീയമായി ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശം എന്താണോ അത് പാലിച്ചുകൊണ്ട് ഇതിൻ്റെ പരിശീലനം കിട്ടിയ ഇത്തരം രോഗികളോട് അവരുടെ കുടുംബത്തോട് എങ്ങനെ സംസാരിക്കണം എന്ന് കൃത്യമായി പഠിച്ച് പ്രാവർത്തികമാക്കി കഴിഞ്ഞ 6 വർഷമായി നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും കൃത്യമായി എത്തുകയും അവരാഗ്രഹിക്കുന്ന പരിചരണം നൽകിക്കൊണ്ടിരിക്കുന്ന സംവിധാനമാണ്. അതോടൊപ്പം തന്നെ മാനസിക രോഗികൾക്കുള്ള പരിചരണമുണ്ട്, കിഡ്നി രോഗികൾക്കുള്ള സഹായമുണ്ട്, 100ഓളം കുടുംബങ്ങൾക്കുള്ള ഭക്ഷണ കിറ്റ് കൃത്യമായി എല്ലാ മാസവും എത്തിക്കുന്ന സംവിധാനമുണ്ട്. ചെയർമാൻ VP സൈദലവി ഹാജി, അത്താണി വൈസ് ചെയർമാൻ P ഗഫൂർ മാസ്റ്റർ, റഷീദ് മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. വാഴക്കൃഷിയിൽ 100 മേനി വിജയം കൈവരിച്ച് തിരൂർ പുല്ലൂരിലെ യുവജന കൂട്ടായ്മ. പുല്ലൂരിലെ ഗ്രാമീണം പൗരസമിതിയുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ 2 ഏക്കർ കൃഷിയിടത്തിൽ ആരംഭിച്ച വാഴക്കൃഷിയുടെ വിളവെടുപ്പാണ് നാടിനാകെ മാതൃകയായത്. 11 മാസം മുമ്പാണ് വാഴക്കൃഷിക്ക് തുടക്കം കുറിച്ചത്. ഗ്രാമീണം പൗരസമിതിക്ക് കീഴിലുള്ള 100ഓളം പ്രവർത്തകരാണ് സംരംഭത്തിന് നേതൃത്വം നൽകിയത്. റോബസ്റ്റ്, ഞാലിപ്പൂവൻ, ചെങ്കദളി, നേന്ത്ര, മൈസൂരി എന്നിങ്ങനെയുള്ള വാഴ ഇനങ്ങളാണ് കൃഷി ചെയ്തത്. 60,000 രൂപയോളമാണ് മുടക്കുമുതലായി വന്നത്. തേനീച്ച കൃഷി, മത്സ്യകൃഷി, നെൽകൃഷി എന്നിങ്ങനെ വ്യത്യസ്ത മേഖലയിലെ കാർഷിക വിപ്ലവവും ഇവരുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നുണ്ട്. പ്രദേശത്തുകാരായ PP യൂസഫാണ് വാഴക്കൃഷിക്കായുള്ള ഭൂമി വിട്ട് നൽകിയത്. തലക്കാട് കൃഷി ഓഫീസർ മുഹമ്മദ് അനീഷ്, ഗാന്ധിയൻ പ്രകൃതി ചികിത്സാലയം ഡയറക്ടർ ഡോക്ടർ രാധാകൃഷ്ണനെ വാഴക്കുല നൽകി വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഞാൻ പൊതുവേ ഈ തലക്കാട് കൃഷിഭവനിലോട്ട് വരുന്നതിന് മുമ്പ് ഇവിടെ തീരെ കൃഷിയില്ല, മുഴുവൻ ഒരു ടൗൺ ഏരിയ പോലത്തെ ഒരു സ്ഥലമാണ് എന്നുള്ള ഒരു വ്യൂവിലാണ് വന്നത്. കാരണം ഞാൻ മുമ്പ് വർക്ക് ചെയ്തത് പേരാമ്പ്ര കുറ്റിയാടി ഭാഗത്താണ്. അവിടെ ഭയങ്കര കൃഷിയുള്ള ഏരിയയാണ്. ആ സ്ഥലത്തു നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ പ്രത്യേകിച്ച് കർഷകരൊന്നും ഇല്ല എങ്കിൽ നമുക്ക് ഇവിടെ ആ രീതിയിലുള്ള ഒരു വർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ഒരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എത്തിയ സമയത്ത് എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം പല രീതിയിലുള്ള കർഷകരാണ് ഇവിടെ. കാരണം ഏറ്റവും കൂടുതൽ വെട്ടിയില കൃഷി കർഷകരുണ്ട്. അതുകൂടാതെ തെങ്ങാണ് നമ്മളെ മെയിൻ ഇതായിട്ട് വരുന്നത്. പിന്നെ ഈ എന്താ പറയുക, ഈ കൺവേർഷനും പ്രശ്നങ്ങളൊക്കെ വരുന്നത് കൊണ്ട് നമ്മൾ ഈ നെൽകൃഷി വല്ലാതെ അത് എന്താവുന്നുണ്ട്, ആ കൃഷി കുറയുന്നുണ്ട്, വല്ലാത്തൊരു ബുദ്ധിമുട്ട് വരുത്തുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം അത് ഭാവിയിലെ നമ്മളൊരു സ്വത്തായിട്ടാണ് ശരിക്കും നമ്മൾ കാണേണ്ടത്. അത് ഇപ്പം അന്യം നിന്ന് പോവുകയാണ്. പിന്നെ ഇതുപോലത്തെ സമിതികളാണ്, ഇതുപോലത്തെ ഇനീഷ്യേഷൻസാണ് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത്. ഭക്ഷ്യോൽപ്പന്നങ്ങൾക്കായി അന്യസംസ്ഥാനക്കാർ ആശ്രയിച്ചു വരുന്ന സാഹചര്യത്തിലാണ് പ്രദേശത്ത് 100ഓളം വരുന്ന യുവത്വം തങ്ങൾക്ക് ആവശ്യമായ ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ആലോചനകൾ നടത്തി വന്നത്. എന്തെങ്കിലും തരത്തിൽ സ്വയം എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട്, ഇപ്പോൾ ഈ ഉഴുതുണ്ണുന്നവനെ തൊഴുതുണ്ണണം എന്നൊരു മുദ്രാവാക്യം എല്ലാ വാട്സപ്പിലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഈ കൃഷി ചെയ്യുന്നവനെ ബഹുമാനിക്കുന്ന ഒരു സംസ്കാരം നമുക്കിപ്പോഴും വേണ്ടത്ര ആയിട്ടില്ല. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഈ സമ്പന്നനൊന്നും പണിയെടുക്കാൻ പാടില്ല എന്നുള്ള ഒരു സംസ്കാരം നമ്മുടെ നാട്ടിലുണ്ടാക്കിയിട്ടുണ്ട്. പണ്ട് സിനിമയിലൊക്കെയാണ് കാണിക്കാറ്. സിനിമയിൽ പിന്നെ വലിയ മുതലാളിനെ കാണിക്കുക, അയാളൊരു പട്ടിയുടെ അടുത്തിരിക്കുന്നതും പിന്നെ മുതലാളി അമ്മയെ കാണിക്കുന്നത് പൂന്തോട്ടത്തിൽ, ചെടിത്തോട്ടത്തിലുമാണ്. അപ്പോൾ നമ്മളുടെയൊക്കെ മനസ്സിലുള്ളത് വളർന്നു വരുമ്പോൾ, സമ്പന്നനാകുമ്പോൾ കൃഷി ഉപേക്ഷിച്ചിട്ട് പകരം ചട്ടിയിൽ ചെടി വയ്ക്കുകയും പശുവിനെ വളർത്തുന്നത് മാറ്റിയിട്ട് പട്ടിയെ വളർത്തുകയാണ് വേണ്ടത് എന്ന രീതിയിലേക്ക് നമ്മളെ മനസ്സ് മാറിയിരിക്കുന്നു. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും പ്രദേശവാസികളും പൂർണ്ണ പിന്തുണ നൽകിയതോടെ വ്യത്യസ്ത മേഖലകളിലെ മുഴുവൻ കൃഷിയും വിജയകരമായി. യൂസഫ് കുരുടിശ്ശേരി, P അനീഫ് മാസ്റ്റർ, VP ഇസ്മായിൽ, സാബിക് പുല്ലൂർ, ഫൈസൽ ബാബു തുടങ്ങിയവരാണ് നേതൃത്വം നൽകിയത്. പ്രദേശത്തെ വനിതാ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ തണ്ണിമത്തൻ വിളവെടുപ്പ് നടന്നത് മാസങ്ങൾക്ക് മുമ്പാണ്. വനിതാ കൂട്ടായ്മയിൽ വിപ്ലവം തീർത്ത തണ്ണിമത്തൻ കൃഷി നാടിന് തന്നെ മാതൃകയായിരുന്നു. K ദാമോദരന്റെ അനുസ്മരണാർത്ഥം CPI സംഘടിപ്പിക്കുന്ന ജീവനം അതിജീവനം ജൈവ പച്ചക്കറി കൃഷിയുടെ ഭാഗമായി വിത്തുകൾ വിതരണം ചെയ്തു. താനാള് പഞ്ചായത്ത് തല ഉദ്ഘാടനം PS സഹദേവൻ നിർവഹിച്ചു.
ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാക്കളിൽ പ്രമുഖനായിരുന്ന കെ ദാമോദരന്റെ അനുസ്മരണാർത്ഥം ജീവനം അതിജീവനം പദ്ധതിയുമായി ബന്ധപ്പെട്ട ജൈവ പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പച്ചക്കറി വിത്തുകൾ വിതരണം ചെയ്തു. CPI മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ജൈവ പച്ചക്കറി കൃഷിക്ക് ആവശ്യമായ വിത്തുകൾ നൽകുന്നത്. താനാളൂർ പഞ്ചായത്ത് തല പ്രവർത്തനോദ്ഘാടനം PS സഹദേവൻ നിർവഹിച്ചു. ചടങ്ങിൽ ദേവദാസ് അധ്യക്ഷനായിരുന്നു. V കുഞ്ഞാപ്പു, VD സന്തോഷ്, K പ്രതീഷ്, M പ്രസീൻ, സൗഭാഗ്യൻ പുളിക്കപ്പാട്ട, സാദിഖ് തുടങ്ങിയവർ സംസാരിച്ചു. മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. ഒഴൂർ ഗ്രാമപഞ്ചായത്ത് 3ാം വാർഡിൽ നിന്നും SLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. വാർഡ് മെമ്പർ സലീന അഷറഫിന്റെ നേതൃത്വത്തിൽ വീടുകളിലെത്തിയാണ് വിദ്യാർത്ഥികൾക്ക് ഉപഹാരം നൽകിയത്. P നേഹ, P റിൻഷാദ്, ജുബൈരിയ, നൂരി, ഹൃദ്യ, അനഘ, ഫാത്തിമ, ഫിദ എന്നീ വിദ്യാർത്ഥികളാണ് വാർഡിൽ നിന്നും മികച്ച വിജയം നേടിയത്. തുഞ്ചത്ത് ജ്വല്ലറി തട്ടിപ്പിനിരയായ നിക്ഷേപകർക്ക് 5 വർഷം പിന്നിട്ടിട്ടും തുക തിരികെ നൽകാത്തതിൽ പ്രതിഷേധമുയർന്നു. തട്ടിപ്പിനിരയായവർ വ്യക്തമായ രേഖകളുമായി വന്നാൽ പണം തരാമെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് പണം നൽകാതെ കബളിപ്പിക്കുകയായിരുന്നുവെന്ന് തട്ടിപ്പിനിരയായവർ പറഞ്ഞു. തുഞ്ചത്ത് ജ്വല്ലറി തട്ടിപ്പിനിരയായവർ വ്യക്തമായ രേഖകളുമായി വന്നാൽ പണം തരാമെന്ന മാനേജ്മെന്റ് പ്രതിനിധികൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് പണം നൽകാതെ കബളിപ്പിക്കുകയായിരുന്നുവെന്ന് തട്ടിപ്പിനിരയായ താനൂർ മുക്കോല സ്വദേശി ശശി പറഞ്ഞു. തുഞ്ചത്ത് ജ്വല്ലറിയിൽ നിക്ഷേപിച്ച് 10,000 രൂപ നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തിരൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും പരാതി പോലീസ് സ്വീകരിച്ച് വേണ്ട നടപടികൾ എടുക്കാമെന്ന് ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങളെല്ലാവരും മടക്കി അയച്ച് അതിനുശേഷം അന്വേഷണങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്ന രീതിയിലാണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. 2016 ഞങ്ങൾ തട്ടിപ്പിനിരയായത്. അതിനുശേഷം പിന്നെ പത്രമാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ ജ്വല്ലറിൻ്റെ ചില ആളുകൾ പരസ്യങ്ങളൊക്കെ കൊടുത്തിരുന്നു. ഓലപ്പീടികയിൽ വെച്ച് നിക്ഷേപകർക്ക് പൈസ കൊടുക്കുന്നുണ്ടെന്നും അവിടെ വന്നാൽ അത് കിട്ടുമെന്നും പറഞ്ഞ് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ചെന്ന് ഞങ്ങൾ നിരാശരായി മടങ്ങേണ്ടി വന്നു. അതാണ് ഞങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ. പോലീസിൻ്റെ ഭാഗത്തുനിന്നോ ആരുടെ ഭാഗത്തുനിന്നോ ഞങ്ങൾക്കൊരു നീതി കിട്ടാത്ത രീതിയിലാണ് 10,000 കണക്കിന് ആളുകൾ ഈ തട്ടിപ്പിനിരയായിട്ടുണ്ട്. വേണ്ട രീതിയിൽ നടപടിയെടുത്ത് ആ പൈസ വാങ്ങി കിട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കി തരണമെന്ന് ബഹുമാനപ്പെട്ട അധികാരികളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഏജന്റുമാർ മുഖാന്തരമായിരുന്നുവെന്ന് പോലീസിൽ പരാതി നൽകിയത്. സ്ഥാപനമുടമയെ പിന്നീട് അറസ്റ്റ് ചെയ്തുവെങ്കിലും 10,000 കണക്കിന് ആളുകൾക്ക് ഇനിയും പണം കിട്ടിയില്ലെന്നുള്ളതാണ് വസ്തുത. സ്ഥാപനമുടമയുടെ ഉടമസ്ഥതയിൽ പെരിന്തൽമണ്ണയിൽ മറ്റൊരു വ്യവസായ സംരംഭം തുടങ്ങാനൊരുങ്ങുന്നുവെന്നും സൂചനയുണ്ട്. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഓർമ്മയായിട്ട് ഒരു വ്യാഴവട്ടക്കാലം പൂർത്തിയായി. 12 വർഷം മുമ്പ് 2009 ഓഗസ്റ്റ് 1 സൗമ്യതയുടെ മുഖമായിരുന്ന മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അന്തരിച്ചത്. 3.5 പതിറ്റാണ്ട് കാലം രാഷ്ട്രീയ സാംസ്കാരിക ആത്മീയ മേഖലകളിൽ അമരത്തിരുന്ന മഹത് വ്യക്തിത്വം കൂടിയായിരുന്നു. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റും കേരള രാഷ്ട്രീയത്തിന്റെ സൗമ്യമുഖവുമായിരുന്ന പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്ന മുസ്ലിം ലീഗിന്റെ പൂർണ്ണചന്ദ്രശോഭ അസ്തമിച്ചിട്ട് 12 വർഷം തികയുന്നു. 3.5 പതിറ്റാണ്ടുകാലം രാഷ്ട്രീയ കേരളത്തെ നയിച്ച സൗമ്യതയുടെ മുഖം 2009 ഓഗസ്റ്റ് 1 ഓർമ്മയുടെ വിഹായസിലേക്ക് മടങ്ങിയത്. മരിക്കുന്ന കാലം വരെ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ ശബ്ദവും നിലപാടും പാണക്കാട് മുഹമ്മദ് അലി തങ്ങളായിരുന്നു. 3.5 പതിറ്റാണ്ടുകാലം കേരള രാഷ്ട്രീയത്തിന്റെ അനിഷേധ്യ നേതാവായി മതസൗഹാർദ്ദത്തിന്റെ ചിരിക്കുന്ന മുഖമായി മുഹമ്മദ് അലി തങ്ങൾ പ്രവർത്തിച്ചു. കൊടപ്പനക്കൽ തറവാടും പാണക്കാട് കുടുംബവും കേരളത്തിന്റെ ഹൃദയത്തിൽ ഇടം നേടിയതും മുഹമ്മദ് അലി ശിഹാബ് തങ്ങളിലൂടെയാണ്. രാജ്യത്തിന്റെ മതേതരത്വ നിലപാടിനൊപ്പം വിട്ടുവീഴ്ചയില്ലാതെ പൊരുതിയ മനുഷ്യസ്നേഹിയായ നേതാവായിരുന്നു പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. അങ്ങാടിപ്പുറം തളിക്ഷേത്രത്തിൽ തീപിടുത്തമുണ്ടായപ്പോഴും ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോഴും മാറാട് കലാപത്തിൽ ചോര വീണപ്പോഴും പൊതുസമൂഹത്തിനൊപ്പം നിന്ന് മതേതരത്വം ഉയർത്തിപ്പിടിച്ചുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകൾ ജനഹൃദയങ്ങളിൽ ഇടം നേടി. രാഷ്ട്രീയത്തിനപ്പുറം മാനുഷിക മൂല്യങ്ങളുടെ കാവൽക്കാരനായിരുന്നു തങ്ങൾ. പാവപ്പെട്ടവരുടെ ആവശ്യങ്ങൾ കേൾക്കാനും അവയ്ക്ക് പരിഹാരം കാണാനും മുൻനിരയിൽ നിന്നു. മുസ്ലിം ലീഗിനെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായി രംഗത്തിറക്കിയതും മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ്. 39-ാം വയസ്സിൽ ലീഗിന്റെ സാരഥ്യമേറ്റെടുത്ത അദ്ദേഹം മരിക്കുന്നതുവരെ ആ പദവിയിൽ 100% ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചു. ഏതൊരു വിഷയത്തിലും അദ്ദേഹത്തിന്റെ നിലപാടുകൾക്കായി രാഷ്ട്രീയ കേരളം കാതോർത്തു. പിതാവിന്റെ മരണം വരെ രാഷ്ട്രീയം മുഹമ്മദ് അലി തങ്ങളുടെ കർമ്മമണ്ഡലമായിരുന്നില്ല. ഈജിപ്തിൽ ഉന്നത പഠനം നടത്തിയ ശേഷം വിദേശത്ത് അധ്യാപകനായിരുന്നു. എന്നാൽ പിതാവ് പൂക്കോയ തങ്ങൾ മരിച്ചതോടെ 39-ാം വയസ്സിൽ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തു. പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ കാലത്താണ് മുസ്ലിം ലീഗ് നേതാവായ CH മുഹമ്മദ് കോയ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയുമായത്. സ്വതന്ത്ര ഇന്ത്യയിൽ കുറച്ചു ദിവസമെങ്കിലും മുസ്ലിം ലീഗ് അംഗത്തിന് മുഖ്യമന്ത്രിയാകാൻ അവസരം ലഭിച്ചതും കേരളത്തിലായിരുന്നു. ഇന്നും പാണക്കാട് കൊറപ്പന തറവാടെന്നും ലീഗ് എന്നും കേൾക്കുമ്പോൾ രാഷ്ട്രീയ കേരളത്തിന്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന മുഖവും പേരും മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടേത് തന്നെയാണ്. സനിലക്കിനി അന്തിയുറങ്ങാം ചോർന്നൊലിക്കാത്ത വീട്ടിൽ.
തിരുപ്പൊറൂരിലെ സൗഹൃദ കൂട്ടായ്മയാണ് സലീനയുടെ കുടുംബത്തിന് വീടൊരുക്കിയത്. വീടിന്റെ താക്കോൽദാനം നഗരസഭാ വൈസ് ചെയർമാൻ പി രാമൻകുട്ടി നിർവഹിച്ചു. സനിലയ്ക്കും കുടുംബത്തിനും സ്വപ്നഭവനം ഒരുക്കിയിരിക്കുകയാണ് തിരൂർ പൊറൂരിലെ സൗഹൃദ കൂട്ടായ്മ. ചോർന്നൊലിക്കുന്ന കുടിലിനു പകരം സുരക്ഷയോടെയുള്ള മനോഹരമായ ഒരു വീടാണ് ഈ കൂട്ടായ്മ ഒരുക്കി നൽകിയത്. വീടിന്റെ പാലുകാച്ചൽ ചടങ്ങിൽ ഈ സ്നേഹത്തിനും സഹായത്തിനും കരുതലിനും മുന്നിൽ സനിലയും കുടുംബവും കണ്ണീരോടെ നിന്നത് ചടങ്ങിനെത്തിയവരെയും ഈർണണിയിച്ചു. സന്തോഷമുണ്ട്. 18 വർഷത്തോളം ഞങ്ങള് ഷെഡ് കെട്ടിയിട്ട് താമസിച്ചിരുന്നത്. മഴക്കാലമായ വെള്ളം കയറിയിട്ടും അങ്ങനെ പല ബുദ്ധിമുട്ടുകളും ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. നന്മഭവനം കൂട്ടായ്മയിലൂടെ ഇത്രയും മനോഹരമായ ഒരു വീട്ടില് അതിലുള്ള എല്ലാ കമ്മിറ്റിക്കാരും നല്ല സപ്പോർട്ട്, നല്ല ആക്റ്റീവായിരുന്നു. ഈ വീട് പണി തുടക്കം മുതൽ അവസാനം വരെ എല്ലാ കാര്യത്തിലും നല്ല ആക്റ്റീവ്, നല്ല സൂപ്പറായിട്ടാണ് എല്ലാ കാര്യങ്ങളും അവർ ചെയ്തിരുന്നത്. എല്ലാവർക്കും വർഷങ്ങളായി കോമാച്ചാട്ട് താമയും ഭാര്യ സരോജിനിയും മകൾ സനിലയും കഴിഞ്ഞിരുന്നത് ചോർന്നൊലിക്കുന്ന ടാർപ്പായി കുടിലായിരുന്നു. മഴ പെയ്താൽ ദുരിതമാണ്. +2 പാസ്സായ സനിലയുടെ തുടർ വിദ്യാഭ്യാസവും കുടുംബത്തിലെ കഷ്ടപ്പാടിൽ നിർത്തേണ്ടി വന്നു. മകളുടെ പഠനവും ചോർന്നൊലിക്കാത്ത വീടും അതായിരുന്നു തെങ്ങുകയറ്റ തൊഴിലാളിയായ താമിയുടെ സ്വപ്നം. പ്രായപൂർത്തിയായ മകൾക്ക് സുരക്ഷിതമായി ഉറങ്ങാൻ അടച്ചുറപ്പുള്ള വീട്. ഈ സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരം നൽകിയിരിക്കുകയാണ് പ്രദേശത്തെ നന്മ കൂട്ടായ്മ. ഇവർക്ക് വീടൊരുക്കാൻ പ്രദേശത്തുകാർ ഒന്നിച്ചു നിന്നു. 20ഓളം അംഗങ്ങളുള്ള നന്മ സൗഹൃദ കൂട്ടായ്മ മാർച്ച് 3-നാണ് വീടിന്റെ നിർമ്മാണ പ്രവൃത്തിക്ക് തുടക്കം കുറിച്ചത്. 142 ദിവസം കൊണ്ട് 6 ലക്ഷം രൂപ നിർമ്മാണ ചെലവിൽ മനോഹരമായ വീടൊരുക്കാൻ ഇവർക്ക് കഴിഞ്ഞു. പ്രിയമുള്ളവരെ, നന്മ പൊറൂർ കൂട്ടായ്മ ഏതാണ്ട് 20ഓളം അംഗങ്ങളാണ് ഇപ്പോൾ ഈ കൂട്ടായ്മയിലുള്ളത്. ഈ കൂട്ടായ്മ എങ്ങനെ മനോഹരമായിട്ട് മുന്നോട്ട് പോകും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു വീട് നിർമ്മാണം. ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ എല്ലാവരും ഒത്തൊരുമിച്ച് എത്ര ഭാരമുള്ള ജോലിയും വളരെ മനോഹരമായി ഏറ്റെടുത്ത് ഞങ്ങളെല്ലാവരും ഇവിടെ നേതൃപരമായ പങ്ക് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇതിൻ്റെ നേതൃത്വം ഒരുപോലെ ഏറ്റെടുത്ത് ഓരോ നിമിഷവും ഈ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചിന്തിച്ച് ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് ഞങ്ങളിത് പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഞങ്ങൾ തന്നെ ഇത് പ്രതീക്ഷിച്ചതല്ല, ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു വീട് ആയി കിട്ടുമോ എന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ കോൺട്രാക്ടർ വളരെ ഭംഗിയായി സമയബന്ധിതമായിട്ട് തന്നെ തീർത്തു എന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. അതേപോലെ തന്നെ മാർബിൾ ആൻഡ് ഉടമ മജീദ് മങ്ങാട്ടിൽ അവർ ഇതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചുക്കാൻ പിടിച്ചത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഈ നന്മ ഇനിയും ഞങ്ങൾ വളരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. ആ ആഗ്രഹത്തോടൊപ്പം എല്ലാവരും ഉണ്ടാവണമെന്നും വളരെ ഞങ്ങൾ സന്തോഷത്തോടു കൂടിയിട്ട് അറിയിക്കുന്നു. വീട് നിർമ്മാണത്തിൽ ഒരേ മനസ്സോടെ എല്ലാവരും ഒരുമിച്ച് നിന്നാണ് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. സാമ്പത്തിക സഹായവുമായി പ്രദേശങ്ങൾക്കപ്പുറത്തു നിന്നും നിരവധി പേരാണ് എത്തിയിരുന്നത്. സനിലയെ സ്വന്തം കുഞ്ഞുപെങ്ങളായി മകളായുമാണ് നാട്ടുകാർ കണ്ടത്. വീടിരിക്കൽ ചടങ്ങിലെ പാലുകാച്ചലിനെത്തിയിട്ടും പ്രദേശത്തൊരു വിദ്യാർത്ഥി കയ്യിലുള്ള സമ്പാദ്യം സഹായനിധിയിലേക്ക് നൽകിയ മുഹൂർത്തവും വികാരനിർഭരമായിരുന്നു. നഗരസഭാ വൈസ് ചെയർമാൻ പി രാമൻകുട്ടി ഭവനത്തിന്റെ താക്കോൽദാനം നിർവഹിച്ചു. ഇത് നന്മ സൗഹൃദ കൂട്ടായ്മയുടെ ഒരു വിജയത്തിൻ്റെ കഥയാണ്. ഇവിടെ സഹജീവിയായ താമി ഇങ്ങനെ ഒരു വീട്ടിൽ താമസിക്കുന്നു എന്ന് മനസ്സിലാക്കി അത് പരിഹരിക്കപ്പെടേണ്ടതാണ് എന്ന് തീരുമാനിച്ച് ഉറച്ച് നിശ്ചയദാർഢ്യത്തോടെ ഏറ്റെടുത്ത ഒരു കൂട്ടായ്മയുടെ വിജയമാണ്. സുമനസ്സുകളുടെ സഹായം ആണ് ഇത് ഒരു യാഥാർത്ഥ്യമാക്കി തീർത്തത്. സുമനസ്സുകളുടെ സഹായം കിട്ടണമെങ്കിൽ വിശ്വാസ്യതയുള്ള നേതൃത്വം വേണം. ഇതിൽ നേതൃപരമായ പങ്ക് വഹിച്ചവരെല്ലാവരും ഏറ്റവും കൂടുതൽ ഈ കാര്യത്തിന് നെട്ടോട്ടം ഓടിയത് നമ്മുടെ മജീദ് മാടമ്പാട്ടിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘങ്ങൾ തന്നെയാണ്. അദ്ദേഹമാണ് ഇതിന് നേതൃപരമായ പങ്ക് വഹിച്ചതും
ഇതിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് അഹോരാത്രം പരിശ്രമിച്ചത്. ആ പരിശ്രമത്തിൻ്റെ ഒരു വിജയമാണ് ഇന്ന് ഈ കുടുംബത്തിന് ഒരു സ്നേഹഭവനം ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. വളരെ സന്തോഷത്തോടെ ചാരിതാർത്ഥ്യത്തോടെയാണ് ഇന്നത്തെ ദിവസം, ഇന്നത്തെ പ്രഭാതം ഇവിടെ ഉണ്ടായിരിക്കുന്നത്. മജീദ് മാടമ്പാട്ട്, നാസർ പൊറൂർ, മജീദ് മങ്ങാട്ടിൽ, KG സൽമാഭായ്, റഫീഖ് മാടമ്പാട്ട്, സുനിൽകുമാർ തിരുനിലത്ത്, സ്മിത സുനിൽ, ഹംസ ചിപ്ര, ഹംസ അടിപ്പറമ്പത്ത്, KM ഷംസുദ്ദീൻ, ഷിഹാബ് അപ്പറമ്പത്ത്, ജാബിർ മാടമ്പാട്ട്, ബാലകൃഷ്ണൻ, OP അബ്ദുൽ മജീദ്, സാലിഹ് വാലിയിൽ, ഹസൻകുട്ടി, സജയ് മാസ്റ്റർ, ഹാഷിർ മാടമ്പാട്ട് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മലബാറിന്റെ മൊഴിയഴകിന് മിഴിവേക്കിയ പ്രദീപ് കുമാർ പടിയിറങ്ങി. ആകാശവാണി മഞ്ചേരി FM-നെ കേരളത്തിലെ റേഡിയോ നിലയങ്ങളുടെ മുൻനിരയിലെത്തിച്ച പ്രോഗ്രാം മേധാവി D. പ്രദീപ് കുമാർ ആകാശവാണിയുടെ പടിയിറങ്ങി. ദേവികുളം FM നിലയത്തിലെ അസിസ്റ്റന്റ് ഡയറക്ടർ പ്രോഗ്രാം പദവിയിൽ നിന്നാണ് അദ്ദേഹം വിരമിച്ചത്. 1985-ൽ മാധ്യമപ്രവർത്തകനായി തന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ച പ്രദീപ് കുമാർ മാതൃഭൂമി, കേരള കൗമുദി, ദ ഇന്ത്യൻ എക്സ്പ്രസ് എന്നീ ദിനപത്രങ്ങളിൽ സബ് എഡിറ്ററും ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസിൽ ഉദ്യോഗസ്ഥനുമായി വ്യക്തിമുദ്ര പതിപ്പിച്ച ശേഷമാണ് ആകാശവാണിയിലെത്തുന്നത്. 1992-ൽ പ്രോഗ്രാം എക്സിക്യൂട്ടീവായി തൃശൂർ ആകാശവാണിയിൽ ജോലിയിൽ പ്രവേശിച്ചു. കേരളത്തിലെ ആദ്യ FM നിലയമായ കൊച്ചി FM-ന്റെ പ്രാരംഭകാലത്ത് നേതൃപരമായ പങ്കുവഹിച്ചു. പ്രഭാത മധ്യാഹ്ന പ്രക്ഷേപണങ്ങൾ ആരംഭിച്ച് നിലയത്തെ പൂർണ്ണമായും പ്രവർത്തന സജ്ജമാക്കിയത് ഇദ്ദേഹവും അന്തരിച്ച സഹപ്രവർത്തകൻ D. പരമേശ്വരൻ പോറ്റിയും ചേർന്നായിരുന്നു. കോഴിക്കോട്, തൃശൂർ നിലയങ്ങളുടെ പ്രോഗ്രാം മേധാവിയായിരിക്കുമ്പോൾ ആ നിലയങ്ങളിലെ പരിപാടികൾ സമഗ്രമായി നവീകരിച്ചു. വിവിധ നിലയങ്ങളിൽ 60-ലധികം പരിപാടികളാണ് അദ്ദേഹം ആരംഭിച്ചത്. 29 വർഷത്തിലേറെ നീണ്ടുനിന്ന സുദീർഘമായ സേവനത്തിന് ശേഷം വിരമിക്കുമ്പോൾ ശ്രോതാക്കൾക്ക് വേണ്ടി ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തതിന്റെ സംതൃപ്തിയിലാണ് പ്രദീപ് കുമാർ. 2006-ൽ മലപ്പുറത്തുകാരുടെ ചിരകാല അഭിലാഷമായ ആകാശവാണി നിലയം മഞ്ചേരിയിൽ അന്നത്തെ കേന്ദ്രമന്ത്രി E. അഹമ്മദ് ഉദ്ഘാടനം ചെയ്തപ്പോൾ നിലയത്തിന്റെ പ്രാഥമിക ചുമതല അന്ന് പ്രോഗ്രാം എക്സിക്യൂട്ടീവായ D. പ്രദീപ് കുമാറിനായിരുന്നു. പിന്നീട് 2016-ൽ അസിസ്റ്റന്റ് ഡയറക്ടറും പ്രോഗ്രാം മേധാവിയുമായി അദ്ദേഹം എത്തി. കാലാതീതമായി ബാക്കിയുള്ള സാധാരണ ജനങ്ങൾ കാണുന്നതിനതീതമായി സംഭവങ്ങളെയും കാര്യങ്ങളെയും ഒരു മൂന്നാം ഇന്ദ്രിയം കൊണ്ട്, തൃക്കണ്ണുകൊണ്ട് കാണുന്നവരാണ് കവികൾ അല്ലെങ്കിൽ എഴുത്തുകാർ. ആദ്യ കവി വാൽമീകി തന്നെ ഉദാഹരണം. മാ നിഷാദ എന്ന് പറയുമ്പോൾ എത്രയോ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് എഴുതിയ ആ വരികൾ എത്രയോ സാമൂഹിക രാഷ്ട്രീയ അവസ്ഥകൾക്ക് ശേഷവും ഏതൊക്കെയോ എല്ലാ ജനസമൂഹങ്ങളിലും അനന്തമായ ജീവിതാവസ്ഥകളിൽ എത്രയോ തലമുറകൾ പറയുന്നുണ്ട് ഇപ്പോഴും. എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് 2017 ജനുവരി 26-ന് പ്രഭാത പ്രക്ഷേപണവും 2019 ജൂൺ 2-ന് കേരളത്തിലെ മുഖ്യ നിലയങ്ങളിൽ ആദ്യമായി ഇടവേളകളില്ലാത്ത തുടർച്ചയായ പ്രക്ഷേപണം ആരംഭിച്ചു. മഞ്ചേരി FM അങ്ങനെ മലബാറിലെ ഏറ്റവും അധികം ശ്രോതാക്കളുള്ള നിലയമായി മാധ്യമരംഗത്ത് ശ്രദ്ധേയമായി. മലബാറിന്റെ സ്വന്തം മുഞ്ചും മൊഴിയുമായ നിലയത്തെ ജനങ്ങൾ ഏറ്റെടുത്തു. നാടിന്റെ സർഗ്ഗഭാവനകൾ ആകാശവാണിയിലൂടെ പുറംലോകം കേൾക്കാൻ അനേകം വേദികൾ സൃഷ്ടിച്ചു. ഏറെ ജനകീയമാക്കി. അവതാരകരെയും ശ്രോതാക്കളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധ പുലർത്തി. പുതുമയാർന്നതും വൈവിധ്യപൂർണ്ണമായ 30ഓളം പരിപാടികളാണ് ഇക്കാലത്ത് ആരംഭിച്ചത്. ശ്രോതാക്കളാണ് ആകാശവാണിയുടെ ശക്തി എന്ന് എവിടെയും വിളിച്ചു പറയാൻ മടിയില്ലാത്ത മേലാധികാരിയാണ് പ്രദീപ് കുമാർ. ശ്രോതാക്കളുടെ ഓരോ വിശേഷാവസരങ്ങളിലും അവരിൽ ഒരാളായി പങ്കെടുക്കാൻ പ്രത്യേകം ശ്രദ്ധ ചെലുത്തിയിരുന്നു. മലപ്പുറത്തെ കലാ, സാമൂഹിക, സാംസ്കാരിക വേദികളിലെ സജീവ സാന്നിധ്യമായിരുന്നു പ്രദീപ് കുമാർ. പങ്കെടുത്ത പരിപാടികളെല്ലാം ആകാശവാണിയിലെ ജനങ്ങളുടെ മനസ്സിൽ കൂടുതൽ ആഴത്തിൽ ബന്ധിപ്പിക്കാനുള്ള മാർഗങ്ങളാണ് ഇദ്ദേഹം കണ്ടെത്തിയിരുന്നത്. മാവേലിക്കര പുന്നമൂട്ടിലെ കുടുംബ വീട്ടിലും കൊച്ചി പാലാരിവട്ടത്തെ വസതിയിലുമായി ഇനി സമയം ചെലവഴിക്കാൻ ഇഷ്ടപ്പെടുന്ന D. പ്രദീപ് കുമാർ ആകാശവാണിയിൽ നിന്നും വിരമിച്ച ശേഷം തന്റെ ഇഷ്ടകർമ്മ മണ്ഡലമായ മാധ്യമ പ്രവർത്തനം തുടരാനാണ് തീരുമാനം. മാതൃഭൂമി ഇടുക്കി ബ്യൂറോയിലെ സ്പെഷ്യൽ കറസ്പോണ്ടന്റായ M. ബിലീനയാണ് ഭാര്യ. അശ്വിൻ പ്രദീപ്, MP അപർണ എന്നിവരാണ് മക്കൾ. ജനഹൃദയങ്ങളിൽ ഇത്രയേറെ സ്വാധീനം ചെലുത്തിയ മഞ്ചേരി FM-ന്റെ മുൻ പ്രോഗ്രാം മേധാവിക്ക് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഉചിതമായ യാത്രയപ്പ് നൽകാനുള്ള ഒരുക്കത്തിലാണെന്ന് ശ്രോതാ സംഘടനയായ AKRLA മലപ്പുറം ഘടകം പ്രസിഡന്റ് കുഞ്ഞാണി തേച്ചേരിയും സെക്രട്ടറി ഷാജി ഐക്കാപ്പറവും അറിയിച്ചു. സേവാഭാരതിയുടെ നേതൃത്വത്തിൽ BP അങ്ങാടി ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരം ശുചീകരിച്ചു. സേവാഭാരതിയുടെ നേതൃത്വത്തിൽ BP അങ്ങാടി ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരം ശുചീകരിച്ചു. പുൽക്കാടുകളും മാലിന്യങ്ങളും നിറഞ്ഞതിനാൽ ഇഴജന്തുക്കളുടെയും മറ്റും ഒളിത്താവളം കൂടിയാണ് ഇവിടം. രാവിലെ 7 മണിയോടെ ആരംഭിച്ച ശുചീകരണ പ്രവൃത്തിക്ക് എടപ്പേൽ ജയരാജൻ, കറുത്താട് സുരേഷ്, അമ്പാട് രവി, സുഭാഷ് TK, ജനീഷ്, സുധാകരൻ, ഷൈജു തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്കൂളിൽ അടുത്ത ഓഗസ്റ്റ് 5-ാം തീയതി നടക്കുന്ന കീം പരീക്ഷയുടെ ഭാഗമായിട്ട് സ്കൂളും പരിസരവും ഇന്ന് നമ്മുടെ നാട്ടിൽ ഉള്ള കുറേ ചെറുപ്പക്കാർ സേവാഭാരതിയുടെ പ്രവർത്തകർ വൃത്തിയാക്കുകയാണ്. പ്രധാനമായിട്ടും അടഞ്ഞു കിടക്കുന്ന സ്കൂൾ കോമ്പൗണ്ടിൽ ഒരുപാട് അപകട സാധ്യതകൾ പതിയിരിക്കുന്നുണ്ട്. എഴുജന്തുക്കളും നായ്ക്കളും ഒക്കെ പതിയിരിക്കാൻ പറ്റുന്ന അത്രയും കാടുകളായിരുന്നു സ്കൂളിന് ചുറ്റുമുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു പ്രവർത്തനത്തിലൂടെ നാടിന് മാതൃകയാവുന്ന ഈ സേവാഭാരതി പ്രവർത്തകരുടെ ഈ ഒരു
ദൗത്യം സ്കൂളിന് വേണ്ടി ഞങ്ങളെന്നും ഓർക്കും. അധ്യാപകരും വിദ്യാർത്ഥികളും അതുപോലെ ഈ ഗെയിമിന് പരീക്ഷയ്ക്ക് വരുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഈ ഒരു പ്രവർത്തനം എന്നും ഒരു മാതൃകയായിട്ട് നിലനിൽക്കുമെന്ന് പറയാം. സംസ്ഥാനത്ത് തുടർച്ചയായ 5-ാം ദിവസവും 20,000-ന് മുകളിൽ കോവിഡ് രോഗികൾ. 20,728 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 1,70,690 സാമ്പിളുകൾ പരിശോധിച്ചതിൽ 12.14% DPR. 56 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചു. ആകെ മരണസംഖ്യ 16,837 രോഗമുക്തരാകുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു. 17,792 പേർ രോഗമുക്തരായി. സംസ്ഥാനത്ത് ഇന്ന് 20,728 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. മലപ്പുറം 3,770, തൃശൂർ 2,689, കോഴിക്കോട് 2,434, എറണാകുളം 2,246, പാലക്കാട് 1,882, കൊല്ലം 1,336, കണ്ണൂർ 1,112, തിരുവനന്തപുരം 1,050, ആലപ്പുഴ 1,046, കോട്ടയം 963, കാസർഗോഡ് 707, വയനാട് 666, ഇടുക്കി 441, പത്തനംതിട്ട 386 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിന്റെ 1,70,690 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 12.14 കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 56 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 16,837 ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 76 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 19,960 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 623 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 68 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച ചികിത്സയിലായിരുന്ന 17,792 പേർ രോഗമുക്തി നേടി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 4,61,133 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. രോഗബാധിതർ ഏറ്റവും കൂടുതൽ മലപ്പുറം ജില്ലയിൽ തന്നെയാണ്. 3,770 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 15.98% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 2,871 പേർ രോഗമുക്തരായി. ജില്ലയിൽ ഇതുവരെ 1,550 പേരാണ് കോവിഡ് ബാധിച്ചു മരിച്ചത്. മലപ്പുറം ജില്ലയിൽ ഞായറാഴ്ച 3,770 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 15.98% ജില്ലയിലെ കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 2,871 പേർ വിദഗ്ധ പരിചരണത്തിന് ശേഷം വൈറസ് വിമുക്തരായി. ഇതോടെ ജില്ലയിൽ കോവിഡ് വിമുക്തരാവുന്നവരുടെ എണ്ണം 3,79,878 പേരായി. രോഗികളുമായി സമ്പർക്കത്തിലേർപ്പെട്ട വൈറസ് ബാധിതരാകുന്നവർ വർദ്ധിക്കുന്ന സ്ഥിതി ജില്ലയിൽ തുടരുകയാണ്. ഇത്തരത്തിൽ 3,676 പേർക്കാണ് ഞായറാഴ്ച രോഗബാധയുണ്ടായത്. 54 പേർക്ക് വൈറസ് ബാധയുണ്ടായതിന്റെ ഉറവിടം കണ്ടെത്താനായിട്ടില്ല. ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്കും വിദേശ രാജ്യങ്ങളിൽ നിന്ന് തിരിച്ചെത്തിയ 4 പേർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 35 പേർക്കും രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 64,234 പേരാണ് ജില്ലയിൽ ഇപ്പോൾ നിരീക്ഷണത്തിൽ കഴിയുന്നത്. 27,315 പേർ ചികിത്സയിലാണ്. ജില്ലയിൽ ഇതുവരെ 1,550 പേരാണ് കോവിഡ് ബാധിതരായി മരിച്ചത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ പുന്നയിൽ നൌഷാദ് അനുസ്മരണം സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് തിരൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത്. യൂത്ത് കോൺഗ്രസ് ദേശീയ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രതീഷ് കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. ഒരു കാലഘട്ടത്തിലും കോൺഗ്രസിന് അതിൻ്റെ മുന്നോട്ട് പോക്കിന് വലിയ രീതിയിൽ സഹായിച്ച നിരവധിയായ പോരാളികളെയാണ് CPM അടക്കം SDP അടക്കമുള്ള ദേശവിരുദ്ധ ശക്തികൾ ചേർന്ന് ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യത്തിലും തർക്കം വേണ്ട. നിങ്ങളെ ഉയർത്തിപ്പിടിച്ച വലിയ മുദ്രാവാക്യങ്ങൾ നാളെ ഈ പ്രസ്ഥാനം നിലനിൽക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ സ്മരണകളും നിങ്ങളുടെ ഓർമ്മകളും നിങ്ങൾ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യങ്ങളും ഞങ്ങൾ ശിരസാ വഹിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ ശക്തമായി മുന്നോട്ട് പോകാൻ നിങ്ങളെ ഊർജ്ജവും നിങ്ങളെ കരുത്തും നമുക്ക് ശക്തമായ പിന്തുണയുണ്ട്. ആ പിന്തുണ കൊണ്ട് തന്നെയാണ് ഈ പ്രസ്ഥാനം എത്ര തന്നെ ആളുകൾ ഒരുമിച്ച് നിന്ന് ശ്രമിച്ചിട്ട് പോലും തളരാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു തന്നെ. മണ്ഡലം പ്രസിഡന്റ് റിഷാദ് വെളിയമ്പാട്ട് അധ്യക്ഷനായിരുന്നു. അഷ്റഫ് ആളത്തിൽ, ഷാജാൻ അമേങ്കര, അൻസാർ കൂത്തുപറമ്പ, നിസാർ മാലപ്പറമ്പിൽ, മാനു പാൻപസാർ, അയ്യൂബ് പുത്തുപറമ്പിൽ, ഗിരീഷ് പൂക്കേൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. റിട്ടയർഡ് സെയിൽസ് ടാക്സ് ഇൻസ്പെക്ടറും തൃക്കണ്ടിയൂർ സ്വദേശിയുമായ നാണി നിവാസിൽ ആലമ്പറ്റ ഗോപാലൻ നായർ നിര്യാതനായി. 86 വയസ്സായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര സംഘം ജില്ലയിലെത്തി. ചെറുമുക്ക് ആമ്പൽപ്പാടം വഴി ചെമ്മാട്ടയ്ക്ക് പാലം നിർമ്മിക്കാൻ ആലോചന. ഇതുമായി ബന്ധപ്പെട്ട് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. മാലിന്യം നിറഞ്ഞ റെയിൽവേ പാലം പരിസരം. അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് പ്രദേശവാസികൾ. തുഞ്ചത്ത് ജ്വല്ലറി തട്ടിപ്പിനിരയായ നിക്ഷേപകർക്ക് 5 വർഷം പിന്നിട്ടിട്ടും തുക തിരികെ നൽകിയില്ല. പ്രതിഷേധം ഉയരുന്നു. സംസ്ഥാനത്ത് 5-ാം ദിവസവും 20,000-ന് മുകളിൽ കോവിഡ് രോഗികൾ. 20,728 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു.
TPR 12.14%. 56 മരണങ്ങൾ കൂടി 17,792 പേർ രോഗമുക്തരായി. ജില്ലയിൽ 3,770 പേർക്ക് രോഗബാധ. TPR 15.98%. 2,871 പേർ രോഗമുക്തരായി. ഇതോടുകൂടി വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.